Hello everyone. Welcome back to another video. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫാഷൻ ജൂറിയെ പറ്റിയാണ്. എന്താണ് ഫാഷൻ ജൂറി? നമുക്ക് തിയറി എക്സാംസ് നടക്കുന്നത് പോലെ തന്നെ ഒരു എക്സാം ആണ്. പക്ഷേ അതിന് നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ എക്സാമിനർ വന്നിട്ടാണ് നമുക്ക് എക്സാം നടത്തുക. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ BDS ഫാഷൻ ഡിസൈനിങ്ങിൽ ഫസ്റ്റ് സെമ്മിൽ മൊത്തം 8 സബ്ജക്ട്സിൽ 5 സബ്ജക്റ്റും ജൂറിയുടെയാണ്. അപ്പോൾ അതേതൊക്കെയാണ്? EOD, Computer Application, Field Studies, Geometry, then Material Studies. അപ്പോൾ 5 സബ്ജക്റ്റ് നമുക്ക് ജൂറിയാണ്. പിന്നെ നമുക്ക് എന്തായാലും ജൂറിയുടെ ടൈമിന് ഒരു ആഴ്ച മുമ്പ് നമുക്ക് ലീവാണ്. നമുക്ക് വർക്കൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമാണത്. ആ സമയത്ത് നമുക്ക് വർക്ക് കുറേ ഉണ്ടെങ്കിൽ ഉറങ്ങാനൊന്നും പറ്റില്ല. 5 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കോളേജിൽ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. പിന്നെ ജൂറിയുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ ഇംഗ്ലീഷിലാണ് പറയേണ്ടത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ജൂറിക്ക് വേണ്ടി അധികം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത്ര കാര്യമാക്കിയില്ല. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങൾ എനിക്ക് ഫസ്റ്റ് ജൂറിയിൽ അനുഭവപ്പെട്ടു. കുറേ സ്ഥലത്ത് ബബ്ബ അടിച്ചെന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചെങ്കിലും അതൊരു ഒപ്പിച്ച് വയ്ക്കലായിരുന്നു അത്. പിന്നീടാണ് എനിക്ക് ഒരു ജൂറിക്ക് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് പോകാം, അങ്ങനെയൊക്കെ ഫസ്റ്റ് ജൂറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ഒരു ജൂറി വർക്കാണെങ്കിൽ തന്നെ നമ്മളത് കിട്ടുമ്പോൾ അത് എഴുതി വെക്കുക, അതെങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. ഞാൻ ഫസ്റ്റ് സെമ്മിൽ ഇത് ജൂറിക്കാണല്ലോ എന്നോർത്ത് മാറ്റി അതിനെപ്പറ്റി പഠിക്കാണ്ട് പോയി. അവസാനമായപ്പം ഒന്നും അറിയില്ല, ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ജസ്റ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, അതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാതായിപ്പോയി. അപ്പോൾ പിന്നീട് സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വരെ ജൂറിക്കുള്ള കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിച്ച് പോകുന്നതാണ്. അപ്പോൾ അവസാനമാകുമ്പോൾ നമുക്കത് ഫുള്ള് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി പോകാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ തയ്യൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഞാനൊരു ജൂറി വർക്ക്സ് എന്ന് പറഞ്ഞൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. അതിലറിയാം നമ്മൾക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ തയ്ക്കൽ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ഫുള്ള് നമ്മുടെ ഫൗണ്ടേഷനാണ്. ഡ്രോയിങ്, അതുപോലെ പെയിൻറ്റിങ്, പെൻസിൽ ഡ്രോയിങ്, പിന്നീട് നമ്മുടെ EOD എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ കുറേ വർക്ക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ ജൂറിയുടെ എക്സ്പീരിയൻസ് ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ